ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം പല പല ഭാഗങ്ങളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് എടുത്ത് കാണിക്കുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ച് വന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. എല്ലാവരും മെസ്സേജസിലൂടെയൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, വീട്ടിലെത്തിയോ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, തിരിച്ച് വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ട്. കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു പ്രശ്നവുമില്ല. എല്ലാം ഓക്കെ ആയിട്ട് സ്മൂത്തായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ കല്യാണിന് രാവിലെ സ്കൂളിൽ വിടേണ്ട തിക്കും തിരക്കും ബഹളങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്താ പറയുക, നമ്മുടെ എല്ലാ ഡേ ഇൻ മൈ ലൈഫിലും നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണല്ലേ, കല്യാണിനെ സ്കൂളിൽ വിടാനുള്ള തിരക്കും ബഹളമൊക്കെ. അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് ഒഴിഞ്ഞ് കഴിഞ്ഞാലാണ്, കല്യാണി ഒന്ന് പോയി കഴിഞ്ഞാലാണ് പിന്നെ കണ്ണൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലിരിക്കുക. അവന് ഫുഡ് കൊടുക്കലും അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരിക്കാം. അപ്പോൾ ചിലപ്പോൾ അതിലും കുറച്ച് മുൻപേ കണ്ണൻ എണീറ്റിട്ടുണ്ടാവുള്ളൂ. പിന്നെ കല്യാണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണന് ചായ കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഒതുക്കി ഒതുക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 40 ദിവസം നമ്മൾ വീട്ടിലില്ലാണ്ടിരിക്കുമ്പോൾ പിന്നെ വീട്ടിൽ വന്നാലുള്ളൊരവസ്ഥ ഞാൻ പറഞ്ഞ് തരണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോരോ ഭാഗങ്ങളിൽ ഇങ്ങനെ പൊടി കയറിയിട്ടും, ഇപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ കോൾഡൊക്കെ ഉള്ളത് കാരണം എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ഇതിന് വേണ്ടി നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ നിന്നതിൻ്റെയാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. വന്ന് 2 ദിവസം നല്ല രീതിയിൽ ഈ പണികളൊക്കെ ചെയ്തതിൻ്റെ നല്ല രീതിയിൽ കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ചെരുപ്പൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡിലൊക്കെ നിറച്ച് ചെരുപ്പും പൊടിയൊക്കെ കയറി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കല്യാണിയുടെ വണ്ടി വരുന്ന ആ ഒരു സമയം എനിക്ക് ഫ്രീ ആയിട്ട് നിന്നപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. കല്യാണിയുടെ തന്നെ കുറേ ചെരുപ്പുകളൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യാത്തതും യൂസ് ചെയ്യുന്നതും എല്ലാം കൂടെ ഇങ്ങനെ കിടന്നിട്ടേ ആകെ പൊടി കയറി കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് നിന്നു. പിന്നെ ബാക്കിയുള്ള ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കല്യാണിയുടെ അടുത്ത് ഞാൻ ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതിടുമോ ഇതിടുമോ എന്നൊക്കെ ചോദിച്ച്. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഏറ്റവും അധികം ചെരുപ്പിന് യൂസ് ഉള്ളത് ചേട്ടനും കല്യാണിക്കാണ്. ആ ചേട്ടനും ഡെയിലി ജോലിക്ക് പോകുമ്പോഴും പിന്നെ കല്യാണി സ്കൂളിൽ പോകുമ്പോഴും എനിക്കും കണ്ണനെയൊക്കെ ചെരുപ്പ് ഉപയോഗം. ഞാനും അങ്ങനെ എപ്പോഴും ഒന്നും പുറത്ത് പോകുന്ന ആളല്ലല്ലോ. പിന്നെ കണ്ണൻകുട്ടി പിന്നെ ഞാൻ പറയണ്ടല്ലോ. അപ്പം അങ്ങനെ ചെരുപ്പിൻ്റെ ഉപയോഗം കൂടുതലുള്ളത് ചേട്ടനും കല്യാണിക്കാണ്. അപ്പോൾ അവരുടെ ചെരുപ്പുകളായിരിക്കും കൂടുതലുണ്ടാകും. അപ്പോൾ കല്യാണിയുടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അവൾക്ക് ഇടയ്ക്കൊരു വാശി പിടിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ചെരുപ്പൊക്കെ കുറേ വാങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അവളുടെ അടുത്ത് ചോദിക്കും, ഉപയോഗിക്കുന്നത് ഏതാ, കേടായത് ഏതാ, അത് കളയട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ചും കൊണ്ട് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കല്യാണിയുടെ വണ്ടിയൊക്കെ വന്നിട്ട് കല്യാണി വേഗം പോയിട്ടോ. കല്യാണിയാണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടൊക്കെ ആളൊന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത്രയും ദിവസം അച്ചാച്ചൻ്റെ അമ്മമ്മയുടെയും കൂടെ അവിടെയൊക്കെ ആയിരുന്നല്ലോ അവൾ ശരിക്കും അവിടെ സുഖിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ കുഞ്ഞു കുറുമ്പുകൾക്കൊക്കെ കുറവാണുള്ളത് കേട്ടോ. അല്ലാതെ ഞാൻ കരുതിയിരുന്നത് അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ ആ ഒരു പുന്നാരം ഒക്കെ കിട്ടി ഇവിടെ വരുമ്പോൾ ഇത്രയും കൂടെ ആളൊന്ന് വഷളാവുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ആൾ കുഴപ്പമില്ല. ആൾ ഇത്രയും കൂടെ ഒന്ന് മെച്ചുവേർഡായതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. വലിയ കുറുമ്പുകളൊന്നുമില്ല, പിന്നെ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ കല്യാണി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻകുട്ടിക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ദോശയായിരുന്നു വന്നത്. അപ്പോൾ കണ്ണനാണെങ്കിൽ ദോശ അങ്ങനെ മൊരിയിച്ചൊന്നും എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അധികം മൊരിയിക്കാതൊക്കെയാണ് ദോശ എടുക്കാറുള്ളത്. അപ്പോൾ അവന് ഞാൻ അപ്പം തന്നെ ചൂടോടുകൂടി ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണിക്കും ചേട്ടനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഞാൻ ഇത്തിരി കട്ടിയിലൊക്കെ ഉണ്ടാക്കുക, കാരണം അതാകുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് സുഖമാണ്. ഭയങ്കര കനം കുറച്ച് മൊരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവന് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കണ്ണന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ണൻ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുക. അവനറിയാം, എന്താ പറയുക, എല്ലാത്തിനും ഞാൻ തന്നെ വേണമല്ലോ. അപ്പോൾ കല്യാണിനെ വിട്ട് കഴിഞ്ഞാലാണ് അമ്മ ഫ്രീ ആവാമെന്നൊക്കെ അവനറിയാം. അപ്പോൾ അവൻ എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കാണ് കേട്ടോ. അപ്പോൾ അവന് വേഗം ഭക്ഷണമൊക്കെ റെഡിയാക്കി, അല്ലെങ്കിൽ എല്ലാം നമ്മൾ റെഡി ആയിട്ടിരിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ചൂട്ടോട് കൂടെ ഒരു ദോശ ഉണ്ടാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതുണ്ടാക്കി. കല്യാണിക്കുട്ടി കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും കുറച്ചൊക്കെ നിർബന്ധിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ബോഡിയൊക്കെ ഒരു പെയിൻ പോലെ, കാരണം നൈറ്റിൽ ആളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കിടന്നിട്ട്
പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അവന് ബോഡിയൊക്കെ ഒരു പെയിൻ പോലെയൊക്കെ തോന്നും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അവനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈയും കാലൊക്കെ അനക്കിയതിന് ശേഷമായിരിക്കും ഞാൻ അവനെ എടുത്തിട്ട് വരാറുള്ളത്. ചില ദിവസങ്ങളിൽ പിന്നെ ഞാൻ അങ്ങനെ നിൽക്കാറില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ പോകുന്നത് മരുന്ന് കഴിക്കാനും ഫുഡ് കഴിക്കാനൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതൊക്കെ ചെയ്ത് ഇവിടുന്ന് ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ദേഷ്യം തന്നെയായിരിക്കും. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസത്തെയായിട്ട് ഇടയ്ക്കെപ്പോഴൊക്കെയോ ഷൂട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒക്കെ ഇങ്ങനെ എനിക്ക് ഡൈൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഡൈൻ മൈ ലൈഫ് ഇടാറുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടാറുള്ളത്. അപ്പോൾ അതിന് എനിക്കും ഷൂട്ട് ചെയ്യാനാണെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ച് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കല്ലുനൊരു സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറേ നേരം ഒന്ന് ട്രൈ ചെയ്തിട്ടോ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കിയിട്ട്. പക്ഷെ അതെന്നെ കൊണ്ട് നടന്നില്ല. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും നേരം കിട്ടുമ്പോൾ ചെയ്യാനൊക്കെ വിചാരിച്ചത് അങ്ങനെ അവസാനിപ്പിച്ച് അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമൻസൊക്കെ ഇടുമ്പോഴേ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എന്നോട് കമൻറ്റിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം. കാരണം കണ്ടൻറ്റ് എനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഫ്ലോ പോയതിൻ്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടൻറ്റൊക്കെ ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളതൊക്കെ തന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയറും കമൻറ്റൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.